വെൽക്കം. റഹ്മാനാണ്. മോളിക്കുലർ ബയോളജി വീഡിയോ സീരീസിൽ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ് നമ്മൾ പറഞ്ഞു ഓൾറെഡി. പ്രോകാരിയോട്സിനെ പറഞ്ഞു, യുകാരിയോട്സിനെ പറഞ്ഞു. കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നമ്മൾ അത് രണ്ടുമാണ് ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ DNA-യിൽ നിന്ന് അതിന്റെ ചില ഭാഗങ്ങൾ, ഇപ്പോൾ ഇത് DNA ആണെങ്കിൽ DNA-യിൽ നിന്ന് അതിന്റെ ചില ഭാഗങ്ങൾ എടുക്കുന്നതാണ് RNA എന്ന് നമ്മൾ പറയും. ഇതിനാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് നമ്മൾ വിളിച്ചത്. ആൻഡ് ഇങ്ങനെ എടുക്കുന്നത് mRNA ആയിരിക്കാം, ഓർ tRNA ആയിരിക്കാം, ഓർ മറ്റു പലതരത്തിലുള്ള ഉദാഹരണത്തിന് റൈബോസോമൽ RNA. ഏതായാലും പ്രോകാരിയോട്സ് ആണെങ്കിൽ, ഇൻ കേസ് ഓഫ് പ്രോകാരിയോട്സ്, ഇത് വീണ്ടും ഒന്ന് പ്രോസസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കിട്ടുന്നത് നമുക്ക് നേരെ അങ്ങനെ തന്നെ എടുത്ത് ഉപയോഗിക്കാം. mRNA ആണ്. പുതിയ സെല്ലാണെങ്കിൽ ഇവിടെ സംഭവം ഉണ്ടായി അത് നേരെ എടുത്ത് റൈബോസോമിൽ കൊണ്ടുപോയി നമുക്ക് അതിൽ നിന്ന് പ്രോട്ടീനൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, ട്രാൻസ്ലേറ്റ് ചെയ്യാം. ബിക്കോസ് രണ്ടും നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. പക്ഷേ യുകാരിയോട്സിൽ ഇത് നടക്കുക, ഇത് യുകാരിയോട്സ് ആണെന്ന് കരുതി കഴിഞ്ഞാൽ അതിന്റെ ന്യൂക്ലിയസിനകത്താണ് നടക്കുന്നത്, സൈറ്റോപ്ലാസത്തിലല്ല. ഉണ്ടാക്കിയെടുത്തത് പിന്നീട് സൈറ്റോപ്ലാസത്തിലേക്ക് കൊണ്ടുവരണം അല്ലെ. അതിന് ചില മോഡിഫിക്കേഷൻസ്, ഉണ്ടാക്കിയെടുത്ത സംഭവമാണെങ്കിൽ അതിന് ചില മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തണം. ഫുള്ളി റെഡി ടു യൂസ് സംഭവമല്ല. സോ ഇങ്ങനെ യൂസ് ചെയ്യാൻ പാകത്തിന് ഇതിനെ റെഡിയാക്കുന്ന ഈ പ്രോസസ്സുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ. സോ ട്രാൻസ്ക്രിപ്ഷൻ വഴി കിട്ടുന്ന RNA-യെ നമ്മൾ ചില മോഡിഫിക്കേഷൻസ് വരെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ റെഡിയാക്കുന്നതാണ് നമ്മൾ പറയാ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസ്. അതാണ് നമ്മൾ ഇവിടെ ഈ വീഡിയോയിൽ പറയാം. സോ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസ് വേണ്ടത് യുകാരിയോട്സിലാണ്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന്. പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസ് ആർ റിക്വയർഡ് ഫോർ യൂകാരിയോട്സ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. നമുക്ക് 4 തരം മോഡിഫിക്കേഷൻസ് പറയാനുണ്ട്. ഇത്രയും പറയാനുണ്ട്. 1 ഈസ് 5 പ്രൈം ക്യാപ്പിംഗ് ആണ് ഒരെണ്ണം പറയാനുള്ളത്. 5 പ്രൈം ക്യാപ്പിംഗ്. രണ്ടാമത്തത് 3 പ്രൈം പോളി അഡിനൈലേഷൻ ആണ് നമുക്ക് പറയാനുള്ളത്. ആൻഡ് മൂന്നാമത്തത് നമുക്ക് പറയാനുള്ളത് സ്പ്ലൈസിംഗ് ആണ്. സ്പ്ലൈസിംഗ് ഓഫ് RNA പറയണം. നാലാമത്തത് നമുക്ക് എഡിറ്റിംഗ് ഓഫ് RNA. സോ ഈ 4 കാര്യങ്ങളാണ് നമുക്ക് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷനിൽ പറയാനുള്ളത്. പക്ഷെ നമ്മൾ ഈ വീഡിയോയിൽ ഇവിടെ നമ്മൾ പറയാ 2 കാര്യങ്ങളാണ്. 1 ഈസ് 5 പ്രൈം ക്യാപ്പിംഗ് ആൻഡ് സെക്കൻഡ് ഈസ് 3 പ്രൈം പോളി അഡിനൈലേഷൻ. ഇത് രണ്ടുമാണ് നമ്മൾ ഇവിടെ പറയാം. മറ്റുള്ളത് സെപ്പറേറ്റ് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. ഇതിൽ ആദ്യത്തേത് 5 പ്രൈം ക്യാപ്പിംഗ്. ഇത് സത്യത്തിൽ ഒരു പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ എന്ന് പറയാൻ നമുക്ക് പറ്റാം. കാരണം ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ് നമ്മൾ സെപ്പറേറ്റ് പറയാൻ വേണ്ടി ഇത് നമ്മൾ 5 പ്രൈം ക്യാപ്പിംഗ് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 5 പ്രൈം ക്യാപ്പിംഗ് ആക്ച്വലി ഇറ്റ് ഈസ് എ കോ ട്രാൻസ്ക്രിപ്ഷണൽ. കോ എന്ന് വെച്ചാൽ ഒരുമിച്ചാണ്. കോ ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ ആണ്. ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമ്പോൾ തന്നെ 5 പ്രൈം ക്യാപ്പിംഗും ആദ്യം ചെയ്യുന്നുണ്ട്. സോ ഇനീഷ്യേഷൻ സ്റ്റെപ്പിൽ ഇനീഷ്യേഷൻ സ്റ്റെപ്പ് നടക്കുമ്പോൾ തന്നെ 5 പ്രൈം ക്യാപ്പിംഗും നടക്കുന്നുണ്ട്. ആൻഡ് പോളി അഡിനൈലേഷൻ ഇതുണ്ടായ ഉടനെ ഉണ്ടായിട്ട് അതിൽ നിന്നാണ് വിട്ടുപോരുന്നത്. സോ അപ്പോൾ നമുക്ക് ആദ്യം ഇത് രണ്ടും നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത്. ഇത് ശരിക്കും പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ തന്നെയാണ്. DNA-യിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത RNA, ഇപ്പോൾ ഇത് DNA, ഇത് ന്യൂക്ലിയസ്, ഇതിനകത്ത് DNA-യിൽ നിന്ന് നമ്മൾ ഒരു RNA ഉണ്ടാക്കിയെടുത്തു എന്ന് കരുതുക. ആൻഡ് ഈ RNA നമ്മൾ വിളിക്കുക പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് എന്നാണ്. പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് CRIPT എന്നാണ് നമ്മൾ പറയാം. വേറെ പേര് കൂടിയുണ്ട്. അത് HNRNA എന്നാണ്. H ഫോർ ഹെട്രോജീനിയസ് ആണ്, N ഫോർ ന്യൂക്ലിയർ. സോ ഹെട്രോജീനിയസ് ന്യൂക്ലിയർ RNA എന്നും നമുക്ക് ഇതിനെ വിളിക്കാം. ആൻഡ് ഈ സംഭവത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക? പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസ് ചെയ്യുക. ഞാൻ പറഞ്ഞു mRNA-യിലും ചെയ്യും, tRNA-യും ചെയ്യും, rRNA-യിലും എല്ലാം നമ്മൾ ഈ പ്രോസസ്സിന് വിധേയമാക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എല്ലാം പറഞ്ഞത് mRNA എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഇവിടെ ഇനി പറയാൻ പോകുന്ന 5 പ്രൈം ക്യാപ്പിംഗ് ആയാലും 3 പ്രൈം പോളി അഡിനൈലേഷൻ ആയാലും ഇത് രണ്ടും പറയുന്നത് mRNA-യിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയാ എന്ന് കൂടി ഒന്ന് ഓർത്തു വെച്ചു. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് mRNA 5 പ്രൈം ക്യാപ്പിംഗ് ആൻഡ് 3 പ്രൈം പോളി അഡിനൈലേഷൻ ആണ്. mRNA ഉണ്ടാവുന്ന ഈ ഡയറക്ഷനിലാണ്. അത് 5 പ്രൈം ടു 3 പ്രൈം ഡയറക്ഷനിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് ആദ്യത്തെ ന്യൂക്ലിയോടൈഡ് ഇതാണ്. ആദ്യത്തെ ന്യൂക്ലിയോടൈഡ് എങ്കിൽ ഇതിന്റെ 3 പ്രൈം ഡയറക്ഷൻ ഇതാണല്ലോ. 3 പ്രൈമിലാണ് രണ്ടാമത്തെ ന്യൂക്ലിയോടൈഡ്. ഇത് ആദ്യത്തെ ന്യൂക്ലിയോടൈഡ്. രണ്ടാമത്തെ ന്യൂക്ലിയോടൈഡിന്റെ 5 പ്രൈം എൻഡ് പിടിപ്പിക്കുക. ഇനി അടുത്തത് ഇങ്ങനെ പിടിപ്പിച്ചു പോകുന്ന എല്ലാം ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ പിടിപ്പിച്ചു പോകുന്നത് 3 പ്രൈം എൻഡിൽ ആണ്. ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് ഇങ്ങനെ നീണ്ട് നമുക്ക് mRNA കിട്ടുക. പക്ഷെ അപ്പൊ നമ്മൾ ക്യാപ്പിംഗ് നടത്തുന്നത് ഇവിടെയാണ്. 5 പ്രൈം എൻഡിലാണ് നമ്മൾ ക്യാപ്പിംഗ് നടത്തുന്നത്. പോളി അഡിനൈലേഷൻ നടത്തുന്നു, അത് നമ്മൾ 3 പ്രൈം എൻഡിലാണ്. സോ ഇവിടെ ക്യാപ്പിംഗും ഇവിടെയാണ് 3 പ്രൈം പോളി അഡിനൈലേഷൻ നടത്തുന്നത്. സോ നമ്മൾ 5 പ്രൈം തുടക്കത്തിലും ക്യാപ്പിംഗും ചെയ്യുന്നു, 3 പ്രൈം എൻഡിൽ അവസാനം പോളി അഡിനൈലേഷൻ നടന്നു. സോ അങ്ങനെ mRNA-യുടെ രണ്ടറ്റവും നമ്മൾ സീൽ ചെയ്യാണ്, സെക്യൂർ ചെയ്യുകയാണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ആദ്യം നമുക്ക് ക്യാപ്പിങ്ങിനെ കുറിച്ച് സംസാരിക്കും. സോ വി വിൽ ടോക്ക് അബൌട്ട് ക്യാപ്പിംഗ് തുടങ്ങുന്നത് ഇനീഷ്യൽ ന്യൂക്ലിയോടൈഡ് ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഇത് DNA, ഇതിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. ഇതാണ് നമ്മുടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്, ഇത് കോഡിംഗ് സ്ട്രാൻഡ്. ഓക്കെ, ഇവിടെയാണ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആദ്യം ഒരു ഇനീഷ്യൽ 10 to
20 ന്യൂക്ലിയോടൈഡ് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഞാൻ വരയ്ക്കുന്നില്ല. ന്യൂക്ലിയോടൈഡ് ആകുമ്പോഴാണ് ഇതിനുള്ള സിഗ്നൽ വരിക. ഇതിനുള്ള സിഗ്നൽ വരുന്നത് RNA പോളിമറൈസ് ഇത് RNA പോളിമറൈസ് ആണെന്ന് കരുതി കഴിഞ്ഞാൽ അതിന് ഒരു കാർബോക്സി ടെർമിനൽ നമ്മളിങ്ങനെ വരച്ചായിരുന്നു. കാർബോക്സി ടെർമിനൽ അതിന്റെ CTD കാർബോക്സി ടെർമിനൽ അതിൽ കുറെ സെറിന്റെ ഭാഗമൊക്കെ നമ്മൾ പറഞ്ഞു. അവിടെയുള്ള 5th സെറിൻ 5ാമത്തെ സെറിനിലെ ഫോസ്ഫോറിലേഷൻ നമ്മൾ പറഞ്ഞത് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2H ആണ് ചെയ്യുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു. സോ ഈ 5th സെറിൻ ഇത് ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് ഇനീഷ്യേഷന്റെ സിഗ്നൽ. അപ്പോൾ അതോടൊപ്പം തന്നെയാണ് ഇവിടെ ക്യാപ്പിംഗ് കൂടി ചെയ്യണം എന്നുള്ള സിഗ്നൽ. സോ സെയിം സിഗ്നൽ ഈസ് ഫ്രം ദ കാർബോക്സി ടെർമിനൽ 5th സെറിൻ ഫോസ്ഫോറിലേഷൻ തന്നെയാണ്. ഇനി നമ്മൾ mRNA 5' എൻഡ് നോക്കാം. ഇതാണ് mRNA, ഇത് 5' എൻഡ് ആണ് mRNA ഉണ്ടാണ്ടിരിക്കുകയാണ്. സോ ഫസ്റ്റ് ന്യൂക്ലിയോടൈഡ് നോക്കുകയാണെങ്കിൽ ഇത് ന്യൂക്ലിയോടൈഡ് ആണെന്ന് വിചാരിക്കും. ഇവിടെ ഫസ്റ്റ് ന്യൂക്ലിയോടൈഡ് ഞാൻ വരയ്ക്കുകയാണ്. ഇത് എൻ്റെ നൈട്രോജനസ് ബേസ് ആണെന്ന് വിചാരിക്കുക. ആൻഡ് ഇവിടെ ഒരു ഫോസ്ഫേറ്റ് ഉണ്ട്, ഇവിടെയും ഫോസ്ഫേറ്റ് ഉണ്ട്, ഇവിടെയും ഫോസ്ഫേറ്റ് ഉണ്ട് അല്ലെ. 3 ഫോസ്ഫേറ്റ് ആരും കണ്ടിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, ഐ ഫോസ്ഫേറ്റ് ആൽഫ, ഇത് ബീറ്റ, ഇത് ഗാമയാണെന്നും വിചാരിക്കും. അങ്ങനെ തന്നെ ഇരിക്കുക. സോ ഇവിടെ ഫസ്റ്റ് എൻസൈം, ആദ്യത്തെ എൻസൈം ഇവിടെ വരികയാണ്. ആ എൻസൈമിന്റെ പേര് ഫോസ്ഫോഹൈഡ്രോലേസ്. ഫോസ്ഫോഹൈഡ്രോലേസ് എന്ന് പറയുന്ന എൻസൈം ഇവിടെ വന്നിട്ട് കട്ട് ചെയ്യണമല്ലോ, ഹൈഡ്രോലേസ് ആണ്. ആൻഡ് ദിസ് ഗാമ മാത്രം അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റും. ഇത് രണ്ടും ഇവിടെ വയ്ക്കുന്നു, ഇത് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റുക. ഓക്കെ, റിമൂവ് ചെയ്യും. അപ്പൊ ഇവിടെ ഇനി പിടിപ്പിക്കണം. ക്യാപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. ഗ്വാനോസിൻ GTP, ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോൾ ഞാനത് ഗ്വാനോസിനായിട്ട്, ഇത് ഗ്വാനോസിൻ ആണ്. ഒരു ഫോസ്ഫേറ്റ്, രണ്ടാമത്തെ, മൂന്നാമത്തെ ഫോസ്ഫേറ്റ്, ഇങ്ങനെ 3 ഫോസ്ഫേറ്റ് ഉണ്ട്. ഇവിടെ എൻസൈം രണ്ടാമത്തെ എൻസൈം ആണ്. അതിന്റെ പേര് ഗ്വാനൈലൈൽ, GUA, ഗ്വാനൈലൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈം ആണ് ഇവിടെ വരിക. അത് ഇവിടെയുള്ള ഈ 2 ഫോസ്ഫേറ്റിനെയും അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഒരു ഫോസ്ഫേറ്റ് മാറ്റി, ഇവിടുന്ന് 2 ഫോസ്ഫേറ്റ്. അപ്പോൾ ഗ്വാനോസിൻ വിത്ത് ആൽഫ എടുത്തിട്ട് ഇത് ഇവിടെ അങ്ങോട്ട് പിടിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്കിവിടെ ഒരു G കിട്ടും അല്ലെ. വീണ്ടും P, then നമുക്ക് അടുത്ത ന്യൂക്ലിയോടൈഡ് ഏതാണോ അതുണ്ടാവും. സോ ഇവിടെ നടക്കുന്നത് ഒരു 5' ട്രൈഫോസ്ഫേറ്റ് പിടിപ്പിക്കുന്ന പണിയാണ്. സാധാരണ രീതിയിൽ ഒരിക്കലും ഇങ്ങനെ നടക്കാറില്ല. 5'ല്ല 3'ലാണ് നടക്കാറുള്ളൂ എന്ന് നമ്മൾക്ക് എപ്പോഴും അറിയാം. പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. സോ ഇറ്റ്സ് എ സ്പെഷ്യൽ കണ്ടീഷൻ. ഇനി ഈ ഗ്വാനോസിന്റെ 7th പൊസിഷൻ, ഗ്വാനോസിൻ നമ്മൾ സ്ട്രക്ചർ, ഞാൻ ശരിക്കും സ്ട്രക്ചർ ഒന്നും അല്ല വരയ്ക്കുക, ഇങ്ങനെയൊക്കെ വരയ്ക്കുകയാണെങ്കിൽ ഇതിന്റെ 7th പൊസിഷൻ ഇവിടെ നമ്മൾ ഒരു മീഥൈൽ ഗ്രൂപ്പ് കൂടി പിടിപ്പിക്കുന്നു. 7th പൊസിഷനിൽ മീഥൈൽ. സോ അതിന് നമുക്കൊരു എൻസൈം വേണം. അപ്പോൾ 7 ഗ്വാനോസിൻ 7 മീഥൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന ഒരു എൻസൈം. സോ ഇത് ഗ്വാനോസിന്റെ 7th പൊസിഷൻ ആണെങ്കിൽ ഇവിടെ ഒരു CH3 കൂടി പിടിപ്പിക്കുന്നുണ്ട്. ആൻഡ് അപ്പൊ CH3 എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാമിന്റെ നിന്നാണ് കിട്ടുക. സാം ആരാന്ന് നമുക്കറിയാം, അഡിനോസിൽ മെത്തിയോണിനാണ്. നമ്മുടെ സാധാരണ ഒരു CH3 ഡോണർ ഗ്രൂപ്പ് ആണ്. അതിൽ നിന്നാണ് മീഥൈൽ ഗ്രൂപ്പ് കിട്ടുക. സോ 7 മീഥൈൽ ഗ്വാനോസിൻ ഫോസ്ഫേറ്റ് ആണ് അപ്പൊ പിടിപ്പിക്കുക. അപ്പൊ വെറും ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് അല്ല, 7 മീഥൈൽ ഗ്വാനോസിൻ, അതാണ് നമ്മൾ ഇവിടെ പിടിപ്പിക്കുക. സോ ഇങ്ങനെ ക്യാപ്പിംഗ് നടത്തുന്ന സംഭവത്തിനെ നമ്മൾ വിളിക്കുക CAP0 എന്നാണ്. CAP0 പ്രോസസ് എന്ന് പറയാം. ചിലപ്പോഴെങ്കിലും ഈ രണ്ടാമത്തെ ന്യൂക്ലിയോടൈഡിൽ, ഇവിടെയുള്ള രണ്ടാമത്തെ ന്യൂക്ലിയോടൈഡിൽ ചിലപ്പോൾ അതിന്റെ 2' പൊസിഷനിൽ ചിലപ്പോൾ ഇതേപോലെ ഒരു CH3 ഗ്രൂപ്പ് പിടിപ്പിക്കാറുണ്ട്. അങ്ങനെയും പിടിപ്പിക്കാറുണ്ട്. സോ 2' മീഥൈൽ ട്രാൻസ്ഫറേസ് വഴിയാണ്. അങ്ങനെയും കൂടി ഉണ്ടെങ്കിൽ അപ്പൊ അതിനെ CAP1 എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, സോ അപ്പൊ മീഥൈൽ ഗ്രൂപ്പ് ഇവിടെയും പിടിപ്പിക്കാം, ഇവിടെയും പിടിപ്പിക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. സോ 10-20 ഇതൊരു 10 ഇങ്ങനെ കൂട്ടുകയാണെങ്കിൽ ഉണ്ടാക്കി ഒരു 10-20 ന്യൂക്ലിയോടൈഡ് ആവുന്ന mRNAയുടെ 5' എൻഡിൽ 7 മീഥൈൽ GTP വെച്ച് പിടിപ്പിക്കുന്നതാണ് 5' ക്യാപ്പിംഗ് എന്ന് പറയും. സോ ഇങ്ങനെ 5' ക്യാപ്പ് ചെയ്യുന്നത് എന്തിനാണ്? ഇവിടെ എന്തിനാണ് ഒരു ക്യാപ്പ് ഇടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് mRNAയുടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. mRNA പ്രൊട്ടക്ട് mRNA ഫ്രം റൈബോന്യൂക്ലിയേസസ് എന്ന് പറയുന്ന എൻസൈംസ് ഇവിടെ ഉണ്ടല്ലോ. പ്രൊട്ടക്ട് mRNA ഫ്രം ദ അറ്റാക്ക് ഓഫ് 5 എക്സോന്യൂക്ലിയേസസ്. സോ ഇവിടെ അറ്റാക്ക് ചെയ്യുന്ന 5' എക്സോന്യൂക്ലിയേസസ് പോലെയുള്ള എൻസൈംസിന്റെ അറ്റാക്ക് ഇവിടെ വരും. അതിന് തടയിടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിന്റെ സ്റ്റെബിലിറ്റി കൂടും. മാത്രമല്ല ഈ ക്യാപ്പ് ബൈൻഡിങ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലോട്ട് ചേർന്ന് ട്രാൻസ്ലേഷൻ, അടുത്ത പ്രോസസ് ട്രാൻസ്ലേഷനിലേക്കാണ് പോകേണ്ടത്, അതിനെ ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട്. mRNAക്ക് റൈബോസോമിൽ ഒട്ടിച്ചേരാൻ പറ്റുന്നത് മൂലം ട്രാൻസ്ലേഷൻ കുറച്ചും കൂടി ഈസി ആയിട്ട് നടക്കും. അതും ഒരു കാര്യം പറയുന്നുണ്ട്. ഇനി mRNA ഉണ്ടാവുന്നത് ന്യൂക്ലിയസിലാണ്. സോ mRNA ഉണ്ടാവുന്നതൊക്കെ ന്യൂക്ലിയസിലാണ്. അപ്പൊ ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനും ഇവിടെ ഒരു 5' ക്യാപ്പിംഗ് കൊടുക്കുന്നത് നല്ലതാണ്. സോ പ്രധാനമായിട്ടും അപ്പൊ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ 5' ആറ്റം ഇങ്ങനെ സുരക്ഷിതമാക്കുന്നത്. സോ ഇതാണ് 5' ക്യാപ്പിംഗ്. രണ്ടാമത്തെ പ്രോസസ് നമുക്ക് പറയേണ്ടത് 3' പോളി അഡിനൈലേഷൻ ആണ്. ഇതാണ് നമുക്ക് അടുത്ത പ്രോസസ് പറയാം. സോ നമ്മൾ യൂകാരിയോട്ടിക് ട്രാൻസ്ക്രിപ്ഷൻ പറഞ്ഞപ്പോൾ അതിന്റെ ടെർമിനേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഈ സംഭവങ്ങൾ
സംഭവങ്ങൾ ഞാൻ പറയാൻ പോകുന്ന സംഭവങ്ങൾ കുറെ പറഞ്ഞാണ്. mRNAയിൽ ഉണ്ടാകുന്ന ടെർമിനേഷൻ സിഗ്നൽസ് എന്തായിരുന്നു? ടെർമിനേഷൻ സിഗ്നൽസ് മൂലമാണ് ട്രാൻസ്ക്രിപ്ഷൻ ടെർമിനേറ്റഡ് ആകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. സോ ഇപ്പോൾ നമ്മുടെ ഇത് mRNA ആണ്, ഇത് നമ്മുടെ 5' ആൻഡ് 3' എൻഡ് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സിഗ്നൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, ടെർമിനേഷൻ സിഗ്നൽ. ആ സിഗ്നൽ AAUAA എന്ന് പറയുന്ന ഒരു സിഗ്നൽ ഉണ്ടെന്ന് പറഞ്ഞു. ആൻഡ് ഇത് ഇതാണെന്ന് വെച്ചാൽ ഇതിൽ വന്ന് ഒട്ടിച്ചേരുന്ന സംഭവത്തിന്റെ പേര് നമ്മൾ പറഞ്ഞു CPCF ആണ്. CPCF എന്ന് പറഞ്ഞാൽ C ഫോർ ക്ലീവേജ് ആണ്, ക്ലീവേജ്. ആൻഡ് പോളി അഡിനൈലേഷൻ, പോളി അഡിനൈലേഷൻ ഇവിടെ വന്നു കഴിഞ്ഞു. സ്പെസിഫിക് ഫാക്ടർ, അതാണ് CPCF എന്ന് പറയും. ആൻഡ് ഇതിന്റെ കുറച്ച് ഇവിടത്തേക്ക് വിട്ടുമാറി വേറൊരു സംഭവം കൂടിയുണ്ട്. അവിടെ ഒരു യുറാസിൽ റിച്ച് റീജിയൻ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഇവിടെ വേറൊരു സംഭവം ആൾ വന്ന് ചേരുന്നു, അതിന്റെ പേര് നമ്മൾ പറഞ്ഞത് CSTF എന്ന് പറയുന്ന സംഭവം വന്നിട്ട് ചേരും. അതിന്റെ പേര് ക്ലീവേജ്. C ഫോർ ക്ലീവേജ് ആണ്, ക്ലീവേജ്. S ഫോർ സ്റ്റിമുലേഷൻ ഫാക്ടർ ആണ്, ക്ലീവേജ് സ്റ്റിമുലേഷൻ ഫാക്ടർ ആണ്. ആൻഡ് ഇത് ഒരു എൻഡോന്യൂക്ലിയസ് ആണ്. എൻഡോന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ വെട്ടാനൊക്കെ പറ്റുന്ന സംഭവങ്ങളാണ്. സോ ഇത് DNA ആണെങ്കിൽ DNAയിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വിട്ടു പോരുകയാണ് എന്ന് നമുക്കറിയാം. സോ മരണം വിട്ടു പോകുമ്പോൾ അതിൽ നിന്ന് CSTFും ഇതും താഴത്തേക്ക് വിട്ടു പോകുന്നുണ്ട്. പക്ഷെ ഈ CPCF ഒട്ടിച്ചേർന്നിരിക്കുന്ന ട്രിപ്പിൾ ഉണ്ട് 3AUAAയിൽ ഇവിടേക്ക് വേറൊരാൾ വന്ന് ഒട്ടിച്ചേരുന്നുണ്ട്. അതിന്റെ പേരാണ് പോളിമറേസ് എന്ന് പറയുന്ന ഒരു സംഭവം വന്ന് ചേരും. ആൻഡ് ദിസ് എ പോളിമറേസ് ആണ്. ഇവിടെ എന്തുണ്ടാക്കും? ഒരു 20:30 ഇങ്ങനെ ഒരു 20:30 എണ്ണം അങ്ങോട്ട് വെച്ച് പിടിപ്പിക്കുന്നത്. ആൻഡ് അപ്പോഴത്തേക്കും ഇവിടത്തേക്ക് പോളി എ ബൈൻഡിങ് പ്രോട്ടീനും കൂടി ഇവിടെ വന്ന് അങ്ങ് ചേരും. സോ പോളിമറൈസ് ആക്ടിവിറ്റി കൂട്ടുന്നു. അപ്പോഴത്തേക്കും ഇത് ഉണ്ടാക്കുന്നു, വീണ്ടും ഉണ്ടാക്കുന്നു. ഒരു 80 to 250 ന്യൂക്ലിയോടൈഡ് നീളത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. സോ ഇറ്റ് വിൽ ബി സം അറൌണ്ട് 80 to 300 വരെയൊക്കെ പറയുന്നുണ്ട്. 80 to 300 ന്യൂക്ലിയോടൈഡ് നീളത്തിൽ ഇങ്ങനെ അഡിനോസിന് ഇങ്ങനെ വെച്ചു കൊടുക്കും. സോ അതിനെയാണ്, സോ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ എയുടെ സംഭവങ്ങളെയാണ് നമ്മൾ പോളി അഡിനൈലേഷൻ എന്ന് നമ്മൾ പറയാം. സോ പോളി അഡിനൈലേഷൻ എന്തിനാണ്? ഏകദേശം അവിടെ ക്യാപ്പിംഗ് ചെയ്ത അതേ ഫംഗ്ഷൻ തന്നെയൊക്കെയാണ് ഇവിടെയും. ഒന്ന് പ്രിവെന്റ് അറ്റാക്ക്, മറ്റേത് 5' എക്സോന്യൂക്ലിയസ് ആണെങ്കിൽ ഇത് 3' എക്സോന്യൂക്ലിയസ് വന്ന് ഇവിടെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല, റൈബോന്യൂക്ലിയസ് ഒന്നും അറ്റാക്ക് ചെയ്യാൻ പാടില്ല. സോ സ്റ്റെബിലിറ്റി ആണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ദെൻ ഈ പോളി എ ബൈൻഡിങ് പ്രോട്ടീൻ PPAക്ക് റൈബോസോമിന്റെ 40S, റൈബോസോം നമുക്കറിയാം 2 ഭാഗങ്ങളുണ്ട്. 40Sൽ ആ സബ് യൂണിറ്റിലേക്ക് ഇതിനെ റിക്രൂട്ട് ചെയ്യാനായിട്ടുള്ള കഴിവ് കൂടിയുണ്ട്. സോ അപ്പോൾ ഇനീഷ്യേഷൻ ഓഫ് നെക്സ്റ്റ് സ്റ്റെപ്പ് ട്രാൻസ്ലേഷൻ കൂടി പറ്റും. ദെൻ ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോസോളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം. അത് ഉണ്ടാക്കുന്നത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനും ഈ പോളി എ അഡിനൈലേഷൻ മൂലം സഹായമാണ്. അപ്പോഴും ട്രാൻസ്ലേഷൻ ഈസിയാണ്. സോ ഇതാണ് നമുക്ക് 5' ക്യാപ്പിംഗ് ആൻഡ് 3' പോളി അഡിനൈലേഷൻ പ്രോസസ്സിനെ കുറിച്ച് പറയാം. സോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് സ്പ്ലൈസിങ്ങിനെ കുറിച്ച് പറയാം, എഡിറ്റിങ്ങിനെ കുറിച്ച് പറയാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.